ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം ആദ്യമേ ഓർപ്പിക്കട്ടെ. ഇത് എൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. ദൈവത്തോളം സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 2021 ജൂൺ മാസത്തിൽ സ്ട്രോക്ക് വന്ന് സംസാരശേഷി ഭാഗികമായി നഷ്ടപ്പെട്ട് വലത്തുവശം പൂർണ്ണമായി തളർന്ന് ചില നാളുകൾ ശയ്യാവലംബിയാകേണ്ട സാഹചര്യമുണ്ടായി. അന്ന് വീണ്ടും അതേ പഴയതുപോലെ സംസാരിക്കാൻ കഴിയുമോ എന്ന ആശങ്കപ്പെട്ട നാളുകളുണ്ട്. യാതൊരു വൈദ്യസഹായവും തേടാതെ കർത്താവ് എന്നെ സൗഖ്യമാക്കുകയും അത്രത്തോളം ശുശ്രൂഷിപ്പാൻ സഹായിക്കുകയും ചെയ്തതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം. ശ്രോതാക്കൾ വളരെ കുറവാണെന്ന് എനിക്കറിയാം. എങ്കിലും ചിലർക്കെങ്കിലും എൻ്റെ ശുശ്രൂഷ പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഞാൻ കർത്താവിനെ വളരെ സ്തുതിക്കുന്നു. പലരും എന്നോട് ബന്ധപ്പെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവർക്കെല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കണം. നാം ഇപ്പോഴേ കഷ്ടത എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ തുടർച്ചയായി ചിന്തിക്കുന്നത്. കഷ്ടതയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പമായി ചിന്തിക്കുകയുണ്ടായി. ഏതാണ്ട് 9 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നോർക്കുന്നു. ഈ ഒരു വീഡിയോ കൊണ്ട് അത് സമാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അനേകം കാര്യങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനമായത് മാത്രം പങ്കുവെക്കട്ടെ. കഷ്ടതയാൽ നമുക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ 2-3 വീഡിയോകൾ ചിന്തിച്ചല്ലോ. ഇപ്രാവശ്യം ഈ വീഡിയോയിലും അതിനോടനുബന്ധിച്ച് 9 കാര്യങ്ങൾ പങ്കുവച്ചു. അതിനോടനുബന്ധിച്ച് 3 ചിന്തകൾ കൂടെ അവതരിപ്പിച്ചിട്ട് സമാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 13-ാം വാക്യം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോൾവിൻ. കഷ്ടത കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ ആ വിഷയമാണ് പത്രോസ് പറയുന്നത്. എന്നാൽ അതിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോൾവിൻ. 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് കാണാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും ക്രിസ്തുയേശുവിൻ്റെ നാം കഷ്ടപ്പെടുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിശ്വാസി പരമാർത്ഥമായി ജീവിച്ചിട്ട്, നേരോടെ ജീവിച്ചിട്ട്, സത്യസന്ധമായി ജീവിച്ചിട്ട്, കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട്, കർത്താവിൻ്റെ നാമനിമിത്തം നാം കഷ്ടപ്പെടുന്നെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുകയാണ്, അല്ലെങ്കിൽ യേശുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. 13-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോളൂ. 14-ാം വാക്യത്തിലും ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. 16-ാം വാക്യത്തിൽ ക്രിസ്ത്യാനിയായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവനായിട്ടെന്നർത്ഥം, കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. എന്തുകൊണ്ട് നാം കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം പരമാർത്ഥത്തിൽ ജീവിച്ചിട്ട് നല്ല 1 പത്രോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നല്ല മനസ്സാക്ഷിയുള്ളവരായിട്ട് നാം കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നുവെങ്കിൽ നാം ശാപം അനുഭവിക്കുകയല്ല, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുകയാണ്, കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. പണ്ട് കുഞ്ഞുനേശി പാടിയ പ്രസിദ്ധമായൊരു ഗാനത്തിൻ്റെ ഒരടി ഞാൻ പറയാം. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന ആ ഗാനത്തിൻ്റെ ഒരടിയാണ്. കഷ്ടനഷ്ടമേറി വന്നാൽ ഞാൻ ഭാഗ്യവാനാണ്, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. അപ്പോൾ നാം കഷ്ടം സഹിക്കുമ്പോൾ കർത്താവിനോട് അവൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. മാത്രമല്ല കൊളോസ്യ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് 1-ന്റെ 24-ാം വാക്യം,
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായി അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പോൾ പരമവിശ്വാസി പരമാർത്ഥിയായിട്ട് തോന്നിയ പോലെ നടന്നത്, യേശുവിൻ്റെ പേരും പറഞ്ഞ് തോന്നിയ പോലെ നടന്നത് കഷ്ടം സഹിച്ചാൽ കർത്താവിൻ്റെ കഷ്ടത്തിൻ്റെ കൂട്ടാളിയല്ല, അതിന് ശിക്ഷ വായിക്കും. അത് പത്രോസ് തുറന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് 4:15 നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ഈ ക്രിസ്തുവിനോട് കൂട്ടാളിയാതെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നാം പങ്കാരാകുകയാണ്. പാവം ചെയ്തിട്ടോ ദോഷം ചെയ്തിട്ടോ വളഞ്ഞ വഴി ജീവിച്ചിട്ടോ കഷ്ടം വന്നാൽ അതിന് നാം കർത്താവിൻ്റെ കഷ്ടതയ്ക്ക് കൂട്ടായി ആകുകയില്ല, കൂടെ അവനോട് പങ്ക് ഇല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ നാം കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സത്യനിമിത്തം, ഉപദേശ നിമിത്തം, വചന നിമിത്തം നേരോട് ജീവിച്ചിട്ട് ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എങ്കിൽ, അത് ദൈവപ്രകാരം കഷ്ടപ്പെടുന്നു എങ്കിൽ, ആ കഷ്ടത കർത്താവിൻ്റെ കഷ്ടമേറ്റ കർത്താവിനോട് കൂട്ടാളി ആകുകയാണ്. 1 പത്രോസ് 2:21 ഏതാണ്ട് അത് തന്നെ പറയുന്നു. അതിനായിട്ടല്ലോ 20 മുതൽ വായിക്കാം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് പ്രശംസിക്കാനുണ്ട്? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ എനിക്കും നിങ്ങൾക്കും അവനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ ക്രിസ്തു നിമിത്തം, കർത്താവിൻ്റെ നാമനിമിത്തം നിന്ന സഹിച്ചാൽ, കഷ്ടം സഹിച്ചാൽ അത് നമുക്ക് ശാപമല്ല, നഷ്ടമല്ല. നാം യേശുവിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്, അവൻ്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുകയാണ്. കഷ്ടമേറ്റ കർത്താവോട് നാം കൂട്ടാളികളാകുകയാണ്. പൗലോസ് പറഞ്ഞല്ലോ, അവൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിനെ പോലെ ആയിത്തീരുകയാണ്. കർത്താവിന് തുല്യാർത്ഥത്തിലല്ല, കഷ്ടമനുഭവിക്കുന്നതിൽ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പങ്കുവെക്കുന്നു. വിഷാരൻ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് നാമം പങ്കുകാരാകുന്നു. എനിക്ക് വേണ്ടി സഹിച്ച കർത്താവിന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ സന്നദ്ധനാകുമ്പോൾ അത് ഭാഗ്യകരമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുവാൻ, അവനോട് താതാത്മ്യം പ്രാപിപ്പാൻ കഷ്ടത നമ്മെ സഹായിക്കുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, തോന്നിയോളം നടന്നിട്ട് കഷ്ടം വരുത്തി വയ്ക്കുകയല്ല, പരമാർത്ഥിയായി ജീവിച്ചാൽ വരുമോ? വരും. കാരണം ലോകം അനുകൂലമല്ല. വലല്ല തലയാക്കുമെന്ന് പറയുന്ന ആളുകൾ ലോകത്തിൻ്റെ വ്യക്താക്കളാണ്, ദുരുപദേശത്തിൻ്റെ വ്യക്താക്കളാണ്. എടുത്തു പറഞ്ഞു, കഷ്ടം അനുഭവിക്കുന്നത് ദൈവഹിതമെങ്കിൽ. വ്യക്തമായി 1 പത്രോസ് 3:17 പറഞ്ഞു. അപ്പോൾ 1 പത്രോസ് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണിയിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. അപ്പോൾ നീതി നിമിത്തം നേരായി ജീവിച്ച് ഒതിച്ച് പാടിയതുപോലെ, പരിച്ച ദുഃഖത്താൽ, പാസ്റ്റർ KV ജോസഫ് പാടിയതാണ്, പരിച്ച ദുഃഖത്താൽ പോരാട്ടമകിലും നേരോട് ജീവിച്ച് ആർത്തൽ പിടിഞ്ഞാൻ, വളരെ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നേരോട് ജീവിക്കും. ക്രിസ്ത്യ ജീവിതത്തിന് പ്രാഗൽഭ്യം ഇതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനോട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി നാം തീരുന്നു. ഇനി 11 എനിക്ക് പറയാനുള്ളത്, നാം കഷ്ടപ്പെടുമ്പോൾ, നാം ബുദ്ധിമുട്ട് നാം നിന്നെ അനുഭവിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ദൈവനാമത്തിന് നിന്നയല്ല, ദൈവനാമത്തിന് മഹത്വമാണ് ഉണ്ടാകുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നു. 2 കൊരിന്ത്യർ 4:8 മുതൽ 13 വരെ വായിച്ചാൽ അവിടെ പൗലോസ് എടുത്തു പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല,
വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ ദൈവനാമത്തിന് മഹത്വത്തിന് കാരണം വിശ്വാസി കഷ്ടത സഹിക്കുമ്പോൾ അത് ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമാകുന്നു. ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നു, സകലവിധത്തിലും കഷ്ടത സഹിക്കുന്നു, ബുദ്ധിമുട്ടുന്നു, ഉപദ്രവം അനുഭവിക്കുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ട് താൻ തന്നെ പറയുന്നു, ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നു. അത് മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ അതുമൂലം കൃപ അനേകരിൽ പെരുകുന്നു. 15-ാം വാക്യം, കൃപ പലരും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമാകുന്നു. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു, ദൈവത്തിന് പുകഴ്ചയുണ്ടാകാനത് കാരണമാകുന്നു. ഒന്നാമത് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് കഷ്ടത വരാതെ കാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് കഴിയും. 2-1-10 വായിക്കുമ്പോൾ അതേ ആശയം നമുക്ക് കാണാം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിടുവിച്ചവൻ മേലാലും വിടുവിക്കും, ഭയങ്കര മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു. അങ്ങനെ വിടുവിക്കുമ്പോൾ അതുമൂലം ദൈവനാമം മഹത്വപ്പെടുന്നു. ഭക്തന്മാർ സകലവും അവസാനിച്ചു, മനുഷ്യസാധ്യമായ എല്ലാ പരിഹാര മാർഗങ്ങളും അടഞ്ഞു, പ്രാപ്തിക്ക് അതീതമായ കഷ്ടങ്ങളിലൂടെ പോവുകയാണ്. സകലവും അവസാനിച്ചു എന്ന് കരുതി, സകല വാതിലും അടഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോൾ ദൈവിക അത്ഭുത വിടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഇതാണ് നടക്കുന്നത്. ദൈവനാമം അത്യധികം മഹത്വപ്പെടുന്നു. ദൈവിക വിടുതൽ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ശദ്രക്ക്, മേശയ്ക്ക്, അബേദ്നെഗോ എരിയുന്ന തീച്ചുളയിൽ വീണു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആരുണ്ടാ എന്ന് വെല്ലുവിളിച്ചതാണ് നെബൂഖദ്നേസർ, വെല്ലുവിളിച്ചതാണ്. പക്ഷേ ഒടുവിൽ അവൻ്റെ ബിംബോടെ പോയി, അവൻ്റെ ആക്രോശത്തോടെ പോയി. 4-ാമൻ ഇറങ്ങി വന്ന് തീയിൽ നിന്ന് അവരെ വിടുവിച്ച് തീയുടെ മണം പോലും അവർക്ക് തട്ടാതെ നിന്നപ്പോൾ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും ദൈവമല്ലാതെ, അബേദ്നെഗോവിൻ്റെയും ദൈവമല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പുറജാതി രാജാവായ നെബൂഖദ്നേസറിന്റെ വാഗുകൊണ്ട് തന്നെ പറയുവാൻ ദൈവം ഇടയാക്കി. സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ വിശ്വാസി കടന്നുപോയി. കർത്താവിൽ ആശ്രയിച്ച് അവനായി കാത്തിരിക്കുമ്പോൾ ഞാൻ തീർത്തു പറയട്ടെ, അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകുന്നു. ബെഥാനിയിൽ ലാസറിന്റെ യോഹന്നാൻ സുവിശേഷത്തിലുണ്ടല്ലോ, യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ബെഥാനിയിൽ ലാസർ മരിച്ചപ്പോൾ കർത്താവിന് മുൻപ് പറഞ്ഞവൻ ദീനമായി കിടക്കുന്നു എന്ന് യേശുവിന് ആളയച്ചപ്പോൾ കർത്താവ് പോയില്ല. അപ്പോഴേ കർത്താവ് അവിടെ ഇരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഈ ദിനം മരണത്തിനല്ല ദൈവത്തിന് മഹത്വപ്പെട്ടതിന് അത്രേ, ഈ ദിനം മരണത്തിനല്ല ദൈവത്തിന് മഹത്വപ്പെട്ടതിന് അത്രേ എന്ന്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം, യേശു അത് കേട്ടിട്ട്, ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വത്തിന്. അപ്പോൾ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അത് ദൈവമഹത്വം വെളിപ്പാൻ കാരണമായി. അതുപോലെ തന്നെ വിശ്വാസിയുടെ കഷ്ടത ദൈവനാമ മഹത്വത്തിനാണ്, ദൈവനാമം ഉയർത്തപ്പെടാൻ കാരണമാകും. അടുത്ത കാര്യം കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ മനസ്സിലാകും. അപ്പോൾ കഷ്ടങ്ങളൊന്നും അവിടെയും ഞാൻ പറയുന്നു, ദൈവത്തിൽ പരമാർത്ഥമായി ജീവിച്ച് ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവത്തെ കാത്തിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ വക്രനും വളഞ്ഞ വഴി നടക്കുന്നവനും തോന്നിയ പോലെ യേശുവിൻ്റെ പേരും പറഞ്ഞ് വിശ്വാസിയാണെന്നും പറഞ്ഞ് തോന്നിയ പോലെ പോകുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പരമാർത്ഥിയായി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവൻ, ദൈവനാമ നിമിത്തം അവൻ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ, ഞാൻ ഉറപ്പ് പറയുന്നു, 54 വർഷത്തെ കർത്താവിനെ അനുഭവിച്ചു നിന്ന് ഏതാണ്ട് 70 വർഷത്തോളം ലോകത്തിൽ ജീവിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, അതെല്ലാം നന്മയ്ക്ക് കാരണം, മഹത്വത്തിന്, ദൈവനാമ മഹത്വത്തിന് കാരണമാകും.
നാം കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കുന്ന മാത്രമല്ല, അവൻ്റെ കഷ്ടങ്ങൾ പങ്കാളിയാകുന്നത് മാത്രമല്ല, അവൻ്റെ നാവ് മഹത്വപ്പെടുവാൻ കാരണമാകുന്നു. ഇത്ര ഭയങ്കരമാണെന്ന് നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, അവൻ വിടുവിക്കും, മേലാലും വിടുവിക്കുന്ന പൗലോസ് ധൈര്യമായി സാക്ഷ്യം പറയുന്നല്ലോ. അതുപോലെ തന്നെ ബെഥാന്യയിലെ കാര്യവും ഞാൻ ഓർപ്പിച്ചല്ലോ. യേശുവിന് പറയാനുള്ളത്, അവൻ ധീരമായിട്ട്, അവൻ ഈ ദിനം മരണത്തിനല്ല, ദൈവപുത്രനമോ ദൈവനാമം മഹത്വപ്പെടാൻ. ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ നാം കാണുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്ക്, ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക് അലറി വിളിച്ച് അങ്ങും ഓടി നിരാശരായി തീരുന്നതിനേക്കാൾ കർത്താവിനെ കാത്തിരുന്ന ദൈവകൃപയിൽ ശരണപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും ദൈവം അവരെ ലജ്ജിപ്പിക്കത്തില്ല. ദൈവം മഹിമപ്പെടും, അവരിൽ മഹിമപ്പെടും. അപ്പോൾ നമുക്ക് കഷ്ടം തരുന്നത് പരമാർത്ഥിയായി ജീവിക്കുന്നവരെങ്കിലും അവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് നഷ്ടത്തിനല്ല, പിന്നെയോ ദൈവം ആ മഹത്വം കൊടുക്കാൻ, ദൈവം അതിൽ മഹത്വപ്പെടാൻ. അനവധി സംഭവങ്ങൾ, അനവധി ഭക്തന്മാരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ അതിന് സാക്ഷിയാണ്. ആയിരം ഇല്ല, ഇബ്രാഹിം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നല്ലേ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ലോകമെമ്പാട് നിന്ന് അത് പങ്കുവെക്കാണ്ട്. അവർ കഷ്ടപ്പെടുന്ന ഒന്നും നഷ്ടത്തിനല്ല, ദൈവം നാം മഹത്വപ്പെടാൻ. ആദ്യ കാലത്തെ ഉപദേശങ്ങൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ലോകസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, പണക്കൊതിയന്മാർ, ലോകസുഖം മാത്രം ലാക്കാക്കുന്നവർ പഠിപ്പിക്കുന്ന പോലെയല്ല ദൈവവചനം പഠിപ്പിക്കുന്നത് എന്ന് തറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ച് ഈ ചിന്ത അവസാനിപ്പിക്കാനാണ് എൻ്റെ താല്പര്യം. ദൈവമക്കൾ, ദൈവജനം കഷ്ടമനുഭവിക്കുമ്പോൾ, കഷ്ടതയ്ക്ക് വിധേയരാകുമ്പോൾ അത് എന്തിന് കാരണമാകുന്നു? അടുത്ത എനിക്ക് ചിന്തിക്കാനുള്ളത് അതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന്, ഇന്ന് ചിന്തിച്ചതിനെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പങ്കാളിയാക്കുകയാണ്. യേശുവിൻ്റെ അനുഭവിക്കുന്നത് ഞാനും അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ യേശു അനുഭവിച്ചത് ഞാനും അനുഭവിക്കണം. പൗലോസിൻ്റെ വഴിയിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. പൗലോസ് എത്ര സന്തോഷത്തോടെ പറയുന്നത്. മാത്രമല്ല, വേറൊരു കാര്യം എനിക്ക് 12ാമത് എനിക്ക് പറയാനുള്ളത്, സുവിശേഷത്തിന് വ്യാപനത്തിന് അത് കാരണമാകുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം വായിച്ചാൽ അതിൽ പൗലോസ് തന്നെ പറയുന്നു, എനിക്ക് സംഭവിച്ചത് എന്തിന് കാരണമായി എന്ന് പൗലോസ് തൻ്റെ അനുഭവത്തിൽ തന്നെ പറയുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടിപ്പെട്ട ആളത്തിൽ ഒക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും അടുത്ത പാതെല്ലാം വാക്യം കൊണ്ട് അവിടെ കൊണ്ട് നിർത്തട്ടെ. എൻ്റെ ബന്ധനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നത് ആർ നിമിത്തം, എന്ത് നിമിത്തം? ക്രിസ്തു നിമിത്തം എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ അത് അകമ്പടിപ്പെട്ട ആളത്തിൽ മുഴുവൻ അത് പ്രസിദ്ധമായി. കൈസരുടെ അരമനയിൽ പോലും ആ വാർത്തയെത്തി. ഈ പൗലോസ് തിന്മ ചെയ്തിട്ടല്ല, പാപം ചെയ്തുകൊണ്ടല്ല, പിന്നെ യേശു ക്രിസ്തു നിമിത്തമാണ് അവൻ കഷ്ടം അനുഭവിക്കുന്നത് എന്ന് എല്ലാവരും കേൾക്കാനിടയായി. അപ്പോൾ മാത്രമല്ല, 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇത് തന്നെ കാണാം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിത്തീർന്നു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സന്തോഷത്തോടെ നിങ്ങൾ വചനം കൈക്കൊണ്ടു. അപ്പോൾ കഷ്ടതയുടെ നടുവിൽ മാത്രമല്ല, അടുത്ത വാക്യം, അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അപ്പോൾ സുവിശേഷത്തിന് വ്യാപനത്തിന് ഇത് വിശ്വാസിയുടെ കഷ്ടം കാരണമാകുന്നു. ഒരു പക്ഷേ ഇത് വിരോധാഭാസമായി തോന്നാം. ദൈവജനത്തിന് ഏതെല്ലാം സ്ഥലത്ത് കഴിഞ്ഞ ആളുകളിലൊക്കെ എവിടെയെല്ലാം ദൈവജനം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ
അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ആ ഉപദ്രവകാരികൾ പിന്നീട് സന്ദർശിക്കപ്പെടുകയും കർത്താവിനെ കണ്ടെത്തുകയും ചെയ്ത എത്രയോ സംഭവങ്ങൾ, ആയിരം സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഫിലിപ്പിയിലെ പൗലോസും ശീലാസും പകൽ മുഴുവൻ ഉണ്ടായ കൊടിയ പീഡനത്തിൽ തളർന്ന് അവശരായി. അവർ വലിയ ക്ഷീണമാണ്, കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുക, അനക്കാനും പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്നിട്ട് അല്പം ഉറങ്ങാം അല്ലെങ്കിൽ അല്പം വിശ്രമിക്കാം എന്നവർ ചിന്തിച്ചില്ല. അർദ്ധരാത്രി അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. കർഷകരുടെ നടുവിൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു. ഇന്നും അത് തന്നെയാണല്ലോ ഫിലിപ്പിലെ സഭയ്ക്ക് നട്ടല്ലാകത്തക്ക രീതിയിൽ ഒരു ജയിലർ മുന്നോട്ട് വന്നു, അവൻ്റെ കുടുംബം മുന്നോട്ട് വന്നു, വേലയ്ക്ക് വിശാലത വരുവാൻ അത് കാരണമായി. ശത്രുവിൻ്റെ ഭീഷണി പല രീതിയിലുണ്ടാകാം. എന്നാൽ ഭീഷണിയിൽ കുലുങ്ങാതെ, അവൻ പേടിപ്പിക്കുമ്പോൾ കുലുങ്ങാതെ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തെ സേവിച്ചാൽ അത് ഭാഗ്യം. ഒരിക്കലേ ഒരു പ്രസംഗം കേട്ടത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു. രണ്ടുപേരെയും എനിക്കറിയത്തില്ല. ഒരു ദൈവാസൻ ബോംബെക്കുള്ള യാത്രാമധ്യേ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. എൻ്റെ വിശദാംശം എനിക്കറിയത്തില്ല. രണ്ടുപേരും മലയാളികളാണ്. അപ്പോൾ ആരോ 4 മണിക്കൂർ സമയം അദ്ദേഹത്തിന് ആ ഇടത്താളത്തിലുണ്ട്. ആത്മനിർത്തിപ്പിൽ അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് പോകാൻ, രണ്ടുപേരും ഇന്നും ജീവനോടുള്ളവരാണെന്നാണ് എൻ്റെ അറിവ്. ഏതോ ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഒരു ടാക്സിക്കാരനെ ടാക്സിയിൽ അടുത്ത ഒരു ഗ്രാമത്തിലും എന്തോ പോയപ്പോൾ നിങ്ങളുടെ നാട്ടുകാരനൊരാൾ ഇവിടെ ഉണ്ടെന്ന് അവിടുത്തെ ഒരാൾ പറഞ്ഞു. അതാരാന്ന് കാണാൻ പോയ ഉടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടതാണ് പ്രസംഗമധ്യേ. അത് അങ്ങനെ പറയുകയാണ്. ചിലപ്പോൾ എൻ്റെ പറച്ചിൽ വരുമ്പോൾ അല്പം വ്യത്യാസമൊക്കെ വരും. അദ്ദേഹം ചെന്ന് നോക്കിയോണ്ടേ ഒരു തകര ഷീറ്റ് കൊണ്ട് മറിച്ച ഒരു കെട്ടം, വളരെ ചൂടുന്ന സമയത്ത് അദ്ദേഹം വാതിൽക്കത്ത് വളരെ ഭയത്തോടെ അദ്ദേഹം വാതിൽ തുറന്നു. പക്ഷേ ഈ ദൈവാസനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് അദ്ദേഹം നിർത്താതെ കരയുകയാണ്. അവസാനം വളരെ നേരം ശ്രമിച്ചു അദ്ദേഹത്തെ ശാന്തനാക്കാൻ. എന്നിട്ട് കാര്യം ചോദിച്ചോണ്ടേ, ഒരാഴ്ചക്കുള്ളിൽ നീ ഇവിടം വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുകയെന്നും പറഞ്ഞ് അവിടെ നാട് അടക്കി വാഴുന്ന ഒരു ദുർമന്ത്രവാദി അദ്ദേഹത്തെ വന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ സേവകയായിരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ വിടുവിക്കപ്പെട്ടു. സുബോധം വന്നു, ദൈവസേന വന്നു. ആ ഗ്രാമവാസികൾക്കെല്ലാം ഭയമാണ്. മധ്യപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിൽ നടന്നതാണിത്. എവിടാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ആ സാക്ഷ്യം വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ട് ഞാനത് പറയുന്നു. എന്നിട്ട് ഏതായാലും ഇവരെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മനുഷ്യ നാട്ടിലെല്ലാവർക്കും അറിയാം, ഭയങ്കരനാണ്, അവൻ പറഞ്ഞതാണ്. എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അല്പസമയം പ്രാർത്ഥിച്ച് ആത്മാവിൽ ധൈര്യപ്പെടുത്തി മറ്റേ കർത്താവിൻ്റെ ദാസൻ ബോംബെക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞോടനെ ഒരു ഫോൺ വരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ആ മന്ത്രവാദിക്ക് അവർ പ്രാർത്ഥിച്ച ദിവസം മുതൽ അവൻ്റെ ദൈവം വെളിപ്പെടാതായി. അവൻ ആകപ്പാടെ പരിഭ്രാന്തനായി. അതില്ലെങ്കിൽ അവനൊന്നും നടക്കത്തില്ല. അവസാനം വന്ന് ഈ ദൈവദാസൻ്റെ കാല് പിടിച്ച് വെച്ച് ഞാൻ എന്ത് വേണേലും ചെയ്യാം, എവിടെ വേണേലും പോകാം, എൻ്റെ ദൈവത്തെ എനിക്ക് തിരിച്ചു തന്നാൽ മതി, നിൻ്റെ ദൈവം ശക്തനാ എന്നും പറഞ്ഞ് ദൈവദാസൻ്റെ കാൽക്കൽ വന്ന് വീണു എന്ന് പറഞ്ഞു. അദ്ദേഹം അവസാനം ആ നിലയിൽ ദൈവം ഗ്രാമവാസികൾക്ക് ഭയമായി. ഇതുപോലെ നാം കേട്ടിട്ടില്ലാത്ത എത്ര സംഭവങ്ങൾ, 1000 സംഭവങ്ങൾ. അതുമൂലം ദൈവദാസന്മാർ ഉറച്ചു നിന്ന് കർത്താവിനെ പ്രസംഗിക്കുവാൻ കാരണമാകുന്നു. ഭീഷണി വരുമ്പോൾ പേടിച്ചോടുകയല്ല, പിന്നെയോ ഉറച്ചു നിന്ന്. ദാനിയേൽ 12-ാം അധ്യായത്തിൻ്റെ വാക്യമുണ്ട്, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കർഷക വന്നോട്ടെ, ഇപ്പം കൊല്ലുമെന്ന് പറയട്ടെ, കർത്താവ് അറിയാതെ നടക്കത്തില്ല. ധീരരായി വിശ്വാസത്തിൽ ഉറച്ച് നാം നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതുമൂലം ദൈവനാമം മഹത്വപ്പെടും. സുവിശേഷം മാത്രമല്ല, ദേശത്ത് വേല വെളിപ്പെടും, ജനം എഴുന്നേൽക്കും. ഉപദ്രവിക്കുന്നവർക്കുണ്ടാകുന്ന ദൈവിക ന്യായവിധി കണ്ട്
ദൈവപ്രവൃത്തി കണ്ട് ദേശവാസികൾ ഭയന്ന് കർത്താവിൻ്റെ സന്നിധി വരും. ഇന്നും സാധ്യമാണ്. അപ്പോൾ കഷ്ടത നിസ്സാരമായി കാണാതെ, അതിനെ എന്തോ ശപിക്കപ്പെട്ടതായി കാണാതെ, കഷ്ടതയെ ഒരു പഴയ പാട്ട് ഞാൻ ഓർക്കുന്നു. കഷ്ടതയാകുന്ന നൽവരത്തെ അപ്പൻ നമുക്കായി ഞെയ്യുകയല്ലോ, തൃക്കൈയിൽ വാഴ്ത്തി തരുന്ന പാനപാത്രം ഒക്കെ കുടിച്ചും കൊണ്ട് അക്കരെ പോകുന്ന. കഷ്ടതയാകുന്ന നൽവരത്തെ അപ്പൻ നമുക്കായി ഞെയ്യുകയല്ലോ. ഞാൻ തീർത്തു പറയട്ടെ, ദൈവജനം പരമാർത്ഥയോടെ നിന്ന് ഏത് തരത്തിലുള്ള ഉപദ്രവം സഹിച്ചാലും, കഷ്ടത സഹിച്ചാലും, വേദന സഹിച്ചാലും അതൊന്നും നഷ്ടമല്ല. നാം ഇന്ന് 3 കാര്യങ്ങൾ ചിന്തിച്ചു. യേശുവിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്, കഷ്ടമേറ്റ കർത്താവോട് നാം കൂട്ടാളിയാകുകയാണ്. മാത്രമല്ല, നാം കഷ്ടം അനുഭവിക്കുമ്പോൾ അതുമൂലം ദൈവനാമം മഹത്വപ്പെടുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ കർത്താവ് നാമം മഹത്വപ്പെടുന്നു. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ഏതാണ്ട് അതുപോലെയാണല്ലോ. മാത്രമല്ല, സുവിശേഷത്തിന് വ്യാപനത്തിന് കാരണമാകുന്നു. ഏതെല്ലാം സ്ഥലത്ത് എവിടെയെല്ലാം ദൈവജനം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം മൂട്ട വളരുന്ന പോലെ ദൈവസഭ വളർന്നിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ആകയാൽ കഷ്ടതയെ തിരസ്കരിക്കുകയല്ല, നിന്ദ്യമായി എണ്ണുകയല്ല, അതിനെ സ്വാഗതം ചെയ്ത് കഷ്ടങ്ങളിലും പതറാതെ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന് ദൈവപ്രവൃത്തി കണ്ട് ദൈവനാമം മഹത്വപ്പെട്ട്, കർത്താവിനാമം മഹത്വപ്പെടുത്തും, ഉയർത്തപ്പെടും, ദൈവത്തിന് മഹത്വം വരുന്ന രീതിയിൽ അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ, സുവിശേഷത്തെ പുതിയ സഭകളോട് എടുക്കുവാൻ, ആയിരക്കണക്കിന് ആത്മാക്കൾ കർത്താവിനെ കണ്ടെത്തുവാൻ അത് കാരണമാകും. നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് പ്രകാരം ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ 12 ഗുണങ്ങൾ, കഷ്ടത കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ട് നാം അതിജീവന ശക്തിയുള്ളവരായി, സ്വഭാവം രൂപാന്തരമുണ്ടായി, നാം വിശുദ്ധീകരിക്കപ്പെട്ട് പ്രത്യാശയിൽ നിറഞ്ഞവരായി, പ്രത്യാശാപൂർണരായി ദൈവസ്ഥൽ കാണപ്പെടുന്ന എത്ര ഭാഗ്യം. ഉറച്ചു നിൽക്കുന്നവരായി. ആ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അവിടെ 3 കാര്യം പറയുന്നു. യഥാസ്ഥാനപ്പെടുത്തും, ഉറപ്പിക്കും, ശക്തീകരിക്കും. കഷ്ടതയുടെ മധ്യേ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, കഷ്ടം സഹിക്കാത്തവരെയല്ല, കഷ്ടം സഹിക്കുന്ന നിങ്ങളെ അവൻ യഥാസ്ഥാനപ്പെടുത്തും, അവൻ ഉറപ്പിക്കും, അവൻ ശക്തീകരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ കാണാം: എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-ാം വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലാതെ നിറഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. അപ്പോൾ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, കഷ്ടം വരട്ടെ, പ്രയാസം വരട്ടെ, നിന്ന വരട്ടെ, എതിർപ്പ് വരട്ടെ, എല്ലാവരും പകയ്ക്കട്ടെ, പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കുന്നത് കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ഇതാണ് നമുക്ക് ആവശ്യം. ആകയാൽ മറ്റൊരു ചിന്തകൂടെ, കഷ്ടത വരുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് ദൈവം പറയുന്നുണ്ട്. കർത്താവിന് വെച്ചാൽ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇപ്പോഴേ ഏതാണ്ട് 8 വീഡിയോ ആയെന്ന് എനിക്കറിയാം. കർഷകരുള്ള ബന്ധത്തിൽ ഞാൻ ഇത്രയും വിചാരിച്ചതല്ല. നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം, സർവകൃപാലുവായ നിത്യനായ സർവജ്ഞാനിയായവൻ അനുവദിക്കുന്ന കഷ്ടതകൾ ദോഷമെന്നെണ്ണാതെ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതുമൂലം നമ്മിൽ എന്തെല്ലാം ഗുണഗണങ്ങൾ വെളിപ്പെടുന്നു എന്ന്, അത് നമുക്ക് ഏതെല്ലാം വിധത്തിൽ നന്മയ്ക്ക് കാരണമാകുന്നുവെന്ന് ചിന്തിച്ച് ഉൾക്കൊണ്ട് കഷ്ടതയിലും സന്തോഷിച്ച് സാഹിബ് പാടിയതുപോലെ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമുതൽ കൊണ്ടാടുവാൻ, ശക്തിയേൽക്കുക നാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക എന്ന് പറഞ്ഞ പോലെ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമുതൽ കൊണ്ടാടുവാൻ
നമുക്ക് സാധിക്കും. പെറുപിറുക്കല്ല. ഈ നാളുകൾ ആ അനുഭവത്തിൽ കർത്താവ് നമ്മെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, നിങ്ങൾ കഷ്ടതയെക്കുറിച്ച് ആ കഷ്ടതയാലുള്ള നന്മകൾ എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നാഥ. കഷ്ടമേറ്റ കർത്താവിനോട് ഞങ്ങൾ കൂട്ടാളികൾ മാത്രമല്ല, ദൈവനാമം ശക്തിയായി മഹത്വപ്പെടുന്നത് മാത്രമല്ല, സുവിശേഷത്തിനും വ്യാപനത്തിലും അത് കാരണമാകുന്നു ഇന്ന് ചിന്തിപ്പാണ്ടിയായല്ലോ കർത്താവെ. കഴിഞ്ഞ വീഡിയോകളിലും ഇതുമൂലമായി കഷ്ടതയാലുള്ള നന്മകൾ എന്തൊക്കെയെന്ന് വിശദമായി ചിന്തിപ്പാൻ ഇവരെ സഹായിച്ചല്ലോ നാഥ. അല്പനേരത്തേക്ക് കഷ്ടം സഹിക്കുന്നവരെ സർവകൃപാലുവായവൻ നാഥ ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന യഥാസ്ഥാനപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ അനുഭവം പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ ജനത്തെ ധൈര്യപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.